സർവപരിസ്ഥിതിയുടെയും ഉടയവനായ കർത്താവെ, ഈയിടെ ശുദ്ധീകരണം കഴിഞ്ഞ ഈ ആലയത്തെ എന്നേക്കും അതിന്റെ പരിശുദ്ധിയിൽ സംരക്ഷിക്കണമേ. 2 മക്കാബയർ 14 അധ്യായം 36 വാക്യങ്ങൾ. പൂർവ ജോസഫ് എന്ന് പറയുന്നത് പോലെ പൂർവ യൂദാസ് ഉണ്ട്. ദൈവജനം സംരക്ഷിക്കപ്പെടുന്നതിന് ദൈവജനത്തിലെ നായകനായ യൂദാസ്. ഈ യൂദാസിനെ ശത്രു സൈന്യം നശിപ്പിക്കാൻ വന്നപ്പോൾ ദൈവം തിരഞ്ഞെടുത്ത ആലയത്തിൽ അവിടുത്തെ ശ്രീകോവിന്മേലെ, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ പറയുന്ന ബലിപീഠത്തിന്റെ മേലെ കൈ ചൂണ്ടിക്കൊണ്ട് ശത്രു സൈന്യം ആക്രോശിക്കുകയാണ്. യൂദാസിനെ പിടിച്ചു തരുന്നില്ലെങ്കിൽ ഈ ബലിപീഠം നശിപ്പിക്കുമെന്നും. 2 മക്കാബയർ 14 അധ്യായം 36 വാക്യത്തിൽ ദൈവജനം ദൈവത്തോട് നടത്തുന്ന ഒരു അർത്ഥനയാണ് ഈ വചനം. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് കർത്താവ് സർവപരിശുദ്ധിയുടെ ഉടയവനാണ് എന്നുള്ളതും, ഈ ആലയം ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതും, എന്നേക്കും അതിന്റെ പരിശുദ്ധി സംരക്ഷിക്കപ്പെടണം എന്നുള്ളതുമാണ് ഈ ഒരു വചനം നമ്മെ വ്യക്തമാക്കി തരുന്നത്. നമ്മൾ എല്ലാവരും മാമോദിസ സ്വീകരിച്ചവരാണ്. ഈശോയുടെ കൂടെ ആയിരിക്കുവാൻ, അവിടുത്തെ പരിശുദ്ധിയോട് കൂടെ ആയിരിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും എന്ന ബോധ്യം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. എന്നാൽ ഇസ്രായേൽ ജനം കേവലം ഒരു ആലയത്തിനോടുള്ള തീക്ഷ്ണത പോലെ നമ്മൾക്കും നമ്മുടെ യഥാർത്ഥ ലക്ഷ്യത്തോട് തീക്ഷ്ണതയും കൂട്ടായ്മയും ഉണ്ടാകേണ്ടത് അത്യാവശ്യം തന്നെയാണ്. നമ്മൾ എന്തിനു വേണ്ടി ഈ ഭൂമിയിലേക്ക് വന്നു, ഏത് ലക്ഷ്യത്തിൽ എത്തിച്ചേരണം, ദൈവത്തിന്റെ ഒരു കൂട്ടായ്മ, സർവപരിസ്ഥിതിയുടെയും ഉടയവനായ അങ്ങ് എന്നെ ശുദ്ധീകരിക്കണമേ എന്ന് ഈശോയോട് ചേർന്ന് നിന്നുകൊണ്ട്, അവിടുത്തെ പരിശുദ്ധിയോട് ചേർന്ന് നിന്നുകൊണ്ട് അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് സാധിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ.